കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ജോസഫിനോട് അരുൾ ചെയ്തു, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ചിന്തയിരിട്ട് തഴമ്പിച്ച ദാവീദ് വംശജനായ ആ തച്ചന്റെ കൈകളിൽ ദൈവപുത്രൻ എന്നും സുരക്ഷിതനായിരുന്നു. അന്ന് ദൈവദൂതനു മുൻപിൽ, ദൈവഹിതത്തിനു മുൻപിൽ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ ആ വാക്ക്. അന്ന് ഗത്സമനിൽ യേശു ഉറക്കെ ദൈവപിതാവിനോട് പറഞ്ഞു, എൻ ഹിതമല്ല നിൻ ഹിതം നിറവേറട്ടെ. യൗസേപ്പിന്റെ നെഞ്ചിൽ ചൂടേറ്റിറങ്ങുമ്പോൾ ഈശോ ഒപ്പിയെടുത്ത ഹൃദയമന്ത്രം. മരക്കഷ്ണങ്ങളെ കരുതലോടെ ആകൃതിയിലാക്കുന്ന ആ തച്ചന്റെ പണിപ്പുരയിൽ മനുഷ്യരുടെ പാപം നീക്കി അവരെ ദൈവപുത്രരാക്കുവാനുള്ള ദൗത്യം നിർവഹിക്കുവാൻ ഒരു ജീവിതം വിശുദ്ധ ഔസേപ്പിനോടും മറിയത്തിനോടുമൊപ്പം ഒരുക്കപ്പെട്ടു. മനുഷ്യരുടെ ജീവിതം ആകൃതിയിലാക്കുവാനുള്ള ദൈവത്തിന്റെ കയ്യൊപ്പായിരുന്നു ജോസഫിന്റെ കർമ്മം. ജീവന്റെ കാവലാളായിരുന്നു അദ്ദേഹം. അധികം അനുഗ്രഹത്തിനായിരുന്ന ഭരണത്തിൽ പോലും മറിയത്തിന്റെ അരികിൽ കണ്ണുകളോട് നിൽക്കുന്ന ഈശോയെ നോക്കി അന്ത്യശ്വാസം എടുക്കുമ്പോൾ അദ്ദേഹം എത്ര സംതൃപ്തനായിരുന്നു. അതുകൊണ്ടാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധ ഔസേപ്പിന്റെ അടുത്തേക്ക് പോകുവിൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പിതാവിന്റെ ഈ പുണ്യദിനത്തിൽ യൗസേപ്പ് പിതാവിന്റെ കരം പിടിച്ച് മറിയത്തിനോടൊപ്പം ഈശോയിലേക്ക് പോകാം.